തീക്കട്ടയിലും ഉറുമ്പരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏവരും ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഒരാളെക്കുറിച്ച് ചോദിക്കുന്നത്. കാരണം സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ സേനയുടെ വിവരങ്ങൾ ചോർത്തി നൽകിയ ഒരു ഉദ്യോഗസ്ഥനെയാണ് NIA സംഘം ഇപ്പോൾ തൂക്കിയത്. ഈ സാഹചര്യത്തിൽ മറുഭാഗത്ത് പഹൽഗാം വിഷയം നടന്ന സമയത്ത് ചൈനയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് ഞെരിക്കുക എന്നുള്ള ആഹ്വാനം നടത്തിയ റിട്ടയേർഡ് മേജറിനെ ഈ സാഹചര്യത്തിൽ ഇവരും ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ കുപ്പിക്കഴുത്ത് അതൊന്നല്ല രണ്ടെണ്ണമുണ്ടെന്ന് കൃത്യമായി പറഞ്ഞ് വ്യക്തമായ മാപ്പ് അടക്കം പങ്കുവെച്ചുകൊണ്ട് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കൃത്യമായ മറുപടി മുഹമ്മദ് യൂനുസിന് നൽകുകയാണ്. ഇന്ത്യയെ കീറിമുറിക്കാൻ ചൈനയുമായി ചേർന്ന് നടത്തിയ പ്ലാനിന് അതിഭീകര തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഒന്നല്ല രണ്ട് തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിന് കിട്ടിയത്. ആദ്യം പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ച CRPF ഉദ്യോഗസ്ഥനെ NIA അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് കിട്ടിയത്. മോത്തിറാം ജാട്ട് എന്നയാളാണ് ഡൽഹിയിൽ പിടിയിലായത്. ഡൽഹിയിൽ പിടിയിലായ ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. പല മാർഗങ്ങളിലൂടെയും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരിൽ നിന്നും ജാട്ട് പണം സ്വീകരിച്ചു വരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. മോത്തിറാം പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 2023 മുതൽ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചെന്നും ഭീകരവിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ ഇപ്പോഴത്തെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മോത്തിറാം ജാട്ട് ചാരവൃത്തിയിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ 2023 മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല രഹസ്യ വിവരങ്ങളും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി ഇയാൾ പങ്കുവച്ചു. പല മാർഗങ്ങളിലൂടെയും പാകിസ്ഥാനിൽ നിന്നും ഇയാൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നും ഏജൻസി കണ്ടെത്തി. മോത്തിറാം ജാട്ടിനെ ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതി ജൂൺ 6 വരെ NIA കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 22-ാം തീയതി സംഭവിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ ചാരവൃത്തി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഏവരെയും നിരീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും 12 പേരാണ് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ 2 സ്ത്രീകളടക്കം ഉൾപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ ഉടനീളം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചാര ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ കുപ്പിക്കഴുത്താണ് സിലിഗുരി ഇടനാഴി എന്നും വളരെ ദുർബലമായ ഈ മേഖല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കുന്നുവെന്നടക്കമുള്ള ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ പരാമർശത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് അസം മുഖ്യമന്ത്രിയും. ബംഗ്ലാദേശിനും ഇതുപോലെ 2 കുപ്പിക്കഴുത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂപട ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ട് എക്സിൽ ഹിമന്ത തിരിച്ചടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സിലിഗുരി ഇടനാഴിയെ ബംഗ്ലാദേശ് ചിക്കൻ നെക്ക് ഇടനാഴി എന്നാണ് വിളിക്കുന്നത്. ഈ ചിക്കൻ നെക്ക് ഇടനാഴി പിടിച്ചെടുത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തണമെന്നാണ് ചൈനയോട് മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെട്ടത്. എന്തിനേറെ പറയുന്നു, നേരത്തെ 7ഓളം ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചടക്കാൻ ആഹ്വാനം ചെയ്ത് റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നതും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇതിനൊക്കെ കടുത്ത ഭാഷയിലാണ് ഇന്ത്യ പലപ്പോഴായി മറുപടി നൽകിയത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനെ ശക്തമായി അപലപിച്ചു. യൂനുസിന്റെ ഇതുപോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കാനും ഇതിനെ ഒന്നും തന്നെ നിസ്സാരവൽക്കരിച്ച് കാണാനും കഴിയില്ല എന്നാണ് അദ്ദേഹം ഏപ്രിൽ 1-ാം തീയതി പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ മറുപടി നൽകുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2 ദുർബലമായ കുപ്പിക്കഴുത്ത് മേഖലകളാണ് ബംഗ്ലാദേശിനുള്ളത്. അതിലാദ്യത്തേത് ഡാഖിൻ ദിനാജ്പൂരിനും സൗത്ത് വെസ്റ്റ് ഗാരോ കുന്നുകൾക്കും ഇടയിലുള്ള 80 കിലോമീറ്റർ നീളമുള്ള ഇടനാഴി. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ബംഗ്ലാദേശിലെ രംഗ്പൂർ ഡിവിഷനെ ബംഗ്ലാദേശിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തും. ഇനി രണ്ടാമത്തേത് ഏറെ പ്രധാനപ്പെട്ട തെക്കൻ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ നീറുന്ന കേവലം 28 കിലോമീറ്റർ നീളമുള്ള ചിറ്റ്ഗോങ് ഇടനാഴി. ഇന്ത്യയുടെ സിലിഗുരി ഇടനാഴിയെ ദുർബലമെന്ന് പറയുന്നവർ ചിറ്റ്ഗോങ്ങിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. കാരണം ഈ കുപ്പിക്കഴുത്തു മേഖല ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരമായ ധാക്കയെയും സാമ്പത്തിക നഗരമെന്നറിയപ്പെടുന്ന ചിറ്റഗോങ്ങിനെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണി കൂടിയാണ്. ഇന്ത്യ പിടിച്ചെടുക്കാൻ ഈ 2 സ്ഥലങ്ങളും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താകും ബംഗ്ലാദേശിന്റെ സ്ഥിതി എന്നുള്ളത് പ്രവചിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഇക്കൂട്ടത്തിൽ പറയുന്നത്. ഈ കുപ്പിക്കഴുത്ത് മേഖലകളെ രണ്ടും കൃത്യമായി വരച്ചു കാട്ടി തന്നെയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ അവാമി ലീഗിന്റെ സർക്കാർ ബംഗ്ലാദേശിൽ തകർന്നടിഞ്ഞത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ്. അതിനുശേഷം വളരെ അരാജകത്വം തന്നെയാണ് നടക്കുന്നത്. ഇതിനേറെ പറയുന്നു, ഹിന്ദു ന്യൂനപക്ഷത്തെ അവിടെ വേട്ടയാടുന്ന സാഹചര്യങ്ങൾ പോലും പല സമയത്തായി കാണപ്പെടുകയുണ്ടായിരുന്നു. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ, ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ, ഇന്ത്യൻ പതാകയടക്കം അവഹേളിച്ചുകൊണ്ടുള്ള പ്രകോപനപരമായ ചിത്രങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ചൈനയെ ഒപ്പം കൂട്ടി
പുതിയ സർക്കാർ ഇടയ്ക്കിടയ്ക്കായി കടുത്ത ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. രാജ്യത്തെ നയിക്കുന്ന ഇടക്കാല സർക്കാരായിട്ടുള്ള മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് യൂനസ് കുറച്ച് നാൾ മുൻപ് തന്നെ ഇതുപോലുള്ള പരാമർശം നടത്തിയിരുന്നു. ചിലർ മറന്നുപോകാൻ സാധ്യതയുള്ള ഭൂമിശാസ്ത്രപരമായ ചില വസ്തുക്കൾ മാത്രമേ താൻ അവതരിപ്പിച്ചുവെന്നും മുഹമ്മദ് യൂനസിന് മുന്നറിയിപ്പായി പോസ്റ്റിലൂടെ ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട മേഖല ആയതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിന്റെ ഏക സമുദ്ര സംരക്ഷകൻ ബംഗ്ലാദേശാണെന്ന് മാർച്ച് അവസാനം മുഹമ്മദ് യൂനസ് അവകാശപ്പെട്ടിരുന്നു. 4 ദിവസത്തെ ചൈന സന്ദർശന വേളയിലായിരുന്നു അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന സിലിഗുരു ഇടനാഴിക്ക് ശരാശരി 20 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. ഭൂമിശാസ്ത്രപരമായി നേപ്പാളിനും ബംഗ്ലാദേശിനും ഇടയിലാണ് ബംഗാളിലെ ഈ മേഖലയും. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൽ സിലിഗുരുവിൽ ഇരുവശവും വിവിധ രാജ്യങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഇടനാഴിയായി ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. സിലിഗുരുവിനെ ചിക്കൻ നെക്ക് എന്നും പറയാറുണ്ട്. നേപ്പാളും ബംഗ്ലാദേശുമായിട്ടാണ് ഈ ഇടനാഴി ഇന്ത്യൻ അതിർത്തി പങ്കിടുന്നത്. ഇതിന് വടക്ക് വശത്ത് ഭൂട്ടാനും സ്ഥിതി ചെയ്യുന്നുണ്ട്. 20-22 കിലോമീറ്റർ മാത്രമേ ഇടനാഴിക്ക് വലിപ്പമുള്ളൂ. 3 രാജ്യങ്ങളോടൊപ്പം തന്നെ വടക്ക് കിഴക്കേ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ഇത് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഇത് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം തീർത്ത പ്രദേശം. ഈ പ്രദേശം ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണെന്നാണ് യൂനസ് എന്ന് പറഞ്ഞത്. ബംഗ്ലാദേശ് മാത്രമാണ് ഈ പ്രദേശത്തെ ഏക സംരക്ഷകരും. ചൈനയ്ക്ക് ഇത് വലിയൊരു അവസരമാണെന്നും ബംഗ്ലാദേശിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നുമായിരുന്നു യൂനസിന്റെ പ്രസ്താവന. അതിനുള്ള ചുട്ട മറുപടി ഇന്ത്യ നൽകി. ഇന്ത്യ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി ബംഗ്ലാദേശിന്റെ ചരക്ക് കടത്തിനുള്ള കരാറും തൊട്ടു പിന്നാലെ റദ്ദാക്കി. ഇന്ത്യ പാക് വിഭജന സമയത്ത് അന്ന് കിഴക്കൻ പാകിസ്ഥാനോട് അതിർത്തി പങ്കിട്ടിരുന്ന പ്രധാനപ്പെട്ട ഇടനാഴിയായിരുന്നു ഇത്. 1975 വരെ ഭൂട്ടാനിലായിരുന്നു ഇതിന്റെ വടക്ക് വശത്തെ മേഖലകൾ. പിന്നീട് ഇത് ഇന്ത്യക്കൊപ്പം ചേർന്നു. 83 കിലോമീറ്റർ ദൈർഘ്യമുള്ള നോർത്ത് ബംഗ്ലാദേശ് കോറിഡോറാണ് ആദ്യത്തേത്. ഈ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു തടസ്സവും ബംഗ്ലാദേശിന്റെ രംഗ്പൂർ ഡിവിഷനെ മറ്റിടങ്ങളുമായി ബന്ധം വിച്ഛേദിക്കാൻ ഇടയാക്കുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മിസോറാമിനും ത്രിപുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള ചിറ്റാഗോങ്ങിനെ ധാക്കയുമായി ബന്ധിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും തന്നെയില്ല. ഇത് നഷ്ടമായാൽ ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് സംഭവിക്കുന്നത്. ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ഇതൊക്കെ ഓർത്ത് വേണം ബംഗ്ലാദേശ് പ്രവർത്തിക്കാനെന്നും ഇന്ത്യ കൃത്യമായി ഇതിലൂടെ ഒരു താക്കീത് നൽകുകയാണ്.